അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ്. അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജയന്തും അതുപോലെ തന്നെ പ്രവീൺ കുമാറും സന്ദർശിച്ചല്ലോ. അത് അവര് വേറെ എന്തോ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത്. പ്രവേശനം നടക്കുകയാണെങ്കിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ തനിക്ക് മറിച്ച് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അപ്പൊ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയോ? ഞങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം. ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക്, നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറം കിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ UDFന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അല്ല, അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.